സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് ഗോവിന്ദപുരം ഉള്ളാട്ടുതൊടിയിൽ പ്രദീപ് 42 വയസ്സുള്ള പ്രദീപാണ് തൂങ്ങി മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. ബസ്സിനുള്ളിൽ വെച്ച് ദീപക് മനഃപൂർവ്വം തൻ്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടു കൂടി സ്പർശിച്ചെന്ന് ആരോപിച്ച് യുവതി സമൂഹ മാധ്യമത്തിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചു. വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി ഉയർത്തിയതെന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ DGPക്ക് പരാതി നൽകി. സംഭവത്തിൽ കുറ്റക്കാരിയായ യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പരാതി നൽകി. ഈ യുവാവ് ആത്മഹത്യ ചെയ്തത് അഭിമാനം ഓർത്താണ്. യുവതി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് യുവാവ് തന്നോട് ദുരുദ്ദേശമായി പെരുമാറിയെന്നും അതുകൊണ്ടാണ് താൻ സമൂഹ മാധ്യമത്തിലൂടെ അത് പ്രചരിപ്പിച്ചതെന്നും യുവാവിൻ്റെ ആത്മഹത്യയിൽ ദുഃഖമുണ്ടെന്നും ഒക്കെയാണ്. പെണ്ണുങ്ങൾക്ക് എന്തും കാണിക്കാമോ ഈ കേരള സമൂഹത്തിൽ? ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പ്രദീപിനെ പോലീസ് വിളിച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രദീപ് മാനസിക സംഘർഷത്തിൽ ആയിരുന്നു. യുവതി പറയുന്നത് പ്രദീപ് ബസ്സിൽ വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി തന്നോട് പെരുമാറി എന്നാണ്. തുടർന്ന് യുവതി സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചു. 48,000 പേരാണ് ഈ വീഡിയോ കണ്ടത്. ഇതേ തുടർന്ന് പ്രദീപ് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആയി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥ. അതാണ് പ്രദീപിന് സംഭവിച്ചത്. പ്രദീപിന് വേണ്ടി ശബ്ദിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വന്നില്ല. കാരണം സ്ത്രീകൾ പരാതി കൊടുത്താൽ അതിന് നിയമപരമായി ബലം കിട്ടും. സ്ത്രീകൾക്ക് ഏത് പുരുഷനെ പറ്റിയും പരാതി കൊടുക്കാം. അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പോലീസ് ഉടനടി ഉണർന്ന് പ്രവർത്തിക്കും. അതാണ് പ്രദീപിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. പ്രദീപ് നിരപരാധിയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രദീപ് നിരപരാധിയാണെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരേക്കും വന്നിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രദീപിനെ കുറിച്ച് മോശമായ ഒരഭിപ്രായവും ഇല്ല. അവരെല്ലാം പ്രദീപിനെ മാന്യതയുടെ വക്താവായി കരുതുന്നു. ബസ്സിനുള്ളിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ യുവതി ഷോ കാണിച്ചു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ സാധിക്കുന്നത്. അവരത് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു. ഈ യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്കും പറയാനുള്ളത്. അല്ലെങ്കിൽ ഇനിയും പ്രദീപുമാർ ഉണ്ടാകും. 42 വയസ്സേ ആയിട്ടുള്ളൂ പ്രദീപിന്. ജീവിതം ഇനിയും ബാക്കി കിടക്കുന്നു ആ യുവാവിന് മുന്നിൽ. പക്ഷേ അഭിമാനക്ഷതം അത് ആർക്കും താങ്ങാനാവില്ല. സ്ത്രീകൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന പോലീസിനെ കുറിച്ച് ഒന്നും പറയാനില്ല പൊളിറ്റിക്സ് കേരളയ്ക്ക്. പോലീസ് ഉണർന്ന് തന്നെ പ്രവർത്തിക്കും. നിർജീവമായി കിടക്കുന്ന പോലീസ് സ്ത്രീകളുടെ പരാതി കിട്ടിയാൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ആ സംവിധാനമാണ് ഈ പാവപ്പെട്ട യുവാവിൻ്റെ ജീവൻ എടുത്തത്. എന്തായാലും രാഹുൽ ഈശ്വർ DGPക്ക് പരാതി നൽകി. അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി.
ഈ പരാതിയിന്മേൽ യുവതിക്കെതിരെ നടപടിയെടുക്കണം എന്ന് മാത്രമേ പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇനിയും പ്രദീപുമാർ ഉണ്ടാകും.